ഇന്ന് വന്നിട്ടുള്ളത് ബ്രെയിൻ ജിമ്മിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ബ്രെയിൻ ജിമ്മിൻ്റെ ആഡ് 1 ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ ആഡ് 2 ആഡ് ഓൺ ചെയ്തിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സെയിം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആഡ് 3 വെച്ചിട്ടാണ്. 3 ആഡ് ചെയ്തുകൊണ്ട് 300 വരെ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് അബാക്കസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ദെൻ സെറ്റ് 0. ഓക്കെ, സെറ്റ് 0 ചെയ്തു. ആഡ് 3 ചെയ്യാൻ പോവുകയാണേ. ആഡ് 3. ഇനി നമുക്ക് 3 ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്മോൾ ഫ്രണ്ട് വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കും. അപ്പോൾ നമ്മൾ സ്മോൾ ഫ്രണ്ട് വെച്ചിട്ട് ആഡ് 3 ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആഡ് 5 ലെസ് 2. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് ടൈം നമ്മൾ 3 ആഡ് ചെയ്തു. ഇനി നമുക്ക് സിമ്പിളായിട്ട് 3 ആഡ് ചെയ്യാം. അപ്പോൾ തേർഡ് ടൈം നമ്മൾ 3 ആഡ് ചെയ്തു, 9 കിട്ടിയേ. ഇനി നമുക്ക് ഈ ലൈനിൽ ഇനി 3 ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കറിയാം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ സ്മോൾ ഫ്രണ്ട് വെച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ദെൻ നമ്മൾ സ്വാഭാവികമായിട്ടും ടെൻസിൻ്റെ ലൈനിലോട്ട് ജമ്പ് ചെയ്തു. ആഡ് 10. ആഡ് 3 ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആഡ് 10 ലെസ് 7. ഓക്കെ, ഇനി 3 ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആഡ് 5 ലെസ് 2 അല്ലേ. നമ്മൾ 3 ചെയ്യാനായിട്ട് 2 സ്ട്രാറ്റജീസാണ് പഠിച്ചിട്ടുള്ളത്. ആഡ് 5 ലെസ് 2, ദെൻ ആഡ് 10 ലെസ് 7. അപ്പം അത് മൊത്തമായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ 300 വരെ നമ്മൾ കൗണ്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 3 ചെയ്തു. സിമ്പിളായിട്ട് 3 എടുക്കായിരുന്നു. ഇനി പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആഡ് 10 ലെസ് 7. ദെൻ 3 സിമ്പിളായിട്ട് എടുത്തു. ആഡ് 5 ലെസ് 2. ഇനി പോസിബിൾ അല്ല. ആഡ് 10 ലെസ് 7. 3 സിമ്പിളായിട്ട് ആഡ് ചെയ്തു. ഇനി പോസിബിൾ അല്ല. ആഡ് 5 ലെസ് 2. 3 സിമ്പിളായിട്ട് ആഡ് ചെയ്തു. ആഡ് 10 ലെസ് 7. ഇനി 3 ആഡ് ചെയ്യാൻ പറ്റില്ല. ആഡ് 5 ലെസ് 2. 3 സിമ്പിളായിട്ട് ചെയ്തു. ആഡ് 3. ഇനി ആഡ് 3 ചെയ്യാൻ പറ്റില്ല. ആഡ് 10 ഈ ലൈനിൽ ചെയ്യണം അല്ലേ. ആഡ് 10 ഈ ലൈനിൽ ചെയ്യണം. 10 എടുക്കാൻ ഇവിടെ ഇനി ഇല്ല അല്ലേ. ഡയറക്റ്റായിട്ട് ഒരു ബീഡ് മൂവ് ചെയ്യിക്കാൻ ഇനി ടെൻസിൻ്റെ ലൈനിൽ ലോവർ പോർഷനകത്ത് വരുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 എടുക്കാനില്ലാത്തപ്പോൾ ആഡ് 5 ലെസ് 4 ആണെന്ന് ഈ ലൈനിലല്ലേ. വൺസിൻ്റെ ലൈനിൽ 1 എടുക്കാനില്ലെങ്കിൽ ആഡ് 5 ലെസ് 4 ആയിരുന്നു. സെയിം മെത്തേഡ് തന്നെയാണ് ടെൻസിൻ്റെ ലൈനിലും അപ്ലൈ ചെയ്യേണ്ടത്. ആഡ് 5 ലെസ് 4. പക്ഷേ ടെൻസിൻ്റെ ലൈനിലായതുകൊണ്ട് നമ്മൾ പറയുന്നതിൽ ഒരു ഡിഫറൻസ് വരുത്തുന്നുണ്ട്. ആഡ് 5 എന്നുള്ളത് ആഡ് 15 ലെസ് 14 എന്നാവും. ഓക്കെ, ക്ലിയർ. ദെൻ ലെസ് 7. ഇവിടെ ആഡ് 10 ചെയ്തു, ഇവിടെ ലെസ് 7 ചെയ്തു. 3 എടുക്കാനായിട്ട് എടുത്തു. ഇനി സിമ്പിളായിട്ട് 3 എടുത്തു. ദെൻ ആഡ് 5 ലെസ് 2. ഈ 7 വന്നിട്ടുള്ളത്. 3 ആഡ് ചെയ്യാൻ പറ്റില്ല. ദെൻ ആഡ് 10 ലെസ് 7. 3 സിമ്പിളായിട്ട് എടുത്തു. ആഡ് 5 ലെസ് 2. നെക്സ്റ്റ് 3 എടുത്തു. 3 സിമ്പിളായിട്ട് എടുത്തു. ആഡ് 10 ലെസ് 7. ദെൻ 3 എടുക്കാൻ പറ്റില്ല. ആഡ് 5 ലെസ് 2. ദെൻ സിമ്പിളായിട്ട് 3 എടുക്കാം. ഇനി 3 എടുക്കാൻ പറ്റില്ല. ആഡ് 10 ലെസ് 7. സിമ്പിളായിട്ട് 3 എടുക്കാം. ഇനി 3 എടുക്കണമെങ്കിൽ ആഡ് 5 ലെസ് 2. നെക്സ്റ്റ് ആഡ് 10 ലെസ് 7. നെക്സ്റ്റ് 3ക്ക് വേണ്ടി നമ്മൾ ചെയ്തതാണ്. ദെൻ സിമ്പിളായിട്ട് 3 എടുക്കാം. ആഡ് 5 ലെസ് 2. ഇനി 3 സിമ്പിളായിട്ട് എടുക്കാം. ഇപ്പോൾ 99 വരെ വന്നു അല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് 3 എന്നുള്ള ഒരു നമ്പർ ആഡ് ചെയ്യണം. നമ്മൾ വൺസിൻ്റെ ലൈനിലാണല്ലോ ഇപ്പോൾ ആഡ് ചെയ്ത് പോവുകയെന്നുണ്ടെങ്കിൽ നമ്മൾ വൺസിൻ്റെ ആ ഒരു ലൈനിലാണ് ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ 3 ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ 9 വന്നിട്ടുള്ളത്, ഇവിടെ 19 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ 99 എന്നാണ്. ഇനി 3 ആഡ് ചെയ്യണമെങ്കിൽ 5 വെച്ചിട്ട് സ്മോൾ ഫ്രണ്ട് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പോസിബിൾ അല്ല. അപ്പോൾ ബിഗ് ഫ്രണ്ടിൽ തന്നെ നമ്മൾ നോക്കണം. ആഡ് 10 ലെസ് 7 ചെയ്യേണ്ടത്. ആഡ് 10 ലെസ് 7. ലെസ് 7 ചെയ്യാൻ ഈസിയാണ്. ഇതിനകത്ത് ലെസ് 7 ഉണ്ട്. ആഡ് 10 ഇതിന് ചെയ്യാൻ പറ്റുമോ? 19 ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട്. ചെയ്യാൻ പോസിബിൾ അല്ല. അപ്പം 1 ആഡ് ചെയ്യാൻ
നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയായിരുന്നു? വൺസിൻ്റെ ലൈനിൽ 1 ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് 5 ലെസ് 4 ആയിരുന്നു. അതല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്തായിരുന്നു? ആഡ് 10 ലെസ് 9 ആയിരുന്നു. ഇവിടെ ആഡ് 10 ചെയ്യുന്നു, ഇവിടെ ലെസ് 9 ചെയ്യുന്നു. അങ്ങനെ ആയിരുന്നു നമ്മൾ ടെൻസിനെ കണ്ടെത്തിയിരുന്നത് അല്ലേ? വൺസിനെ വണ്ണിനെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അതേ മെത്തേഡ് തന്നെ ഇതിലും യൂസ് ചെയ്യാം നമ്മൾ. ആഡ് 10 ലെസ് 9. ഈ ലൈനിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആഡ് 10 ലെസ് 9. പക്ഷേ ഈ ലൈനിലായതുകൊണ്ട് ഇവിടെ എടുക്കാൻ കഴിയില്ല, ഇപ്പുറത്തോട്ട് ചാടണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലൈനിൽ വന്നൊരു വ്യത്യാസം, ഈ റോഡിലായതുകൊണ്ടുള്ളൊരു വ്യത്യാസം. ഇത് 100ൻ്റെ ലൈനാണ് അല്ലേ? 100ൻ്റെ ഈ ഒരു റോഡിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് എന്തായി? ആഡ് 10 ലെസ് 9 എന്നുള്ളത് ആഡ് 100 ലെസ് 19 ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ 102 ആണ് വന്നത്. നമ്മൾ 3 ആഡ് ചെയ്തപ്പോൾ 99ൻ്റെ കൂടെ 3 ആഡ് ചെയ്തപ്പോൾ 102 വരിക. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും എങ്ങനെയാണ് ഇങ്ങോട്ട് ജമ്പ് ചെയ്തതെന്നുള്ളത്. ഇനി 3 ആഡ് ചെയ്യണമെങ്കിൽ ആഡ് 5 ലെസ് 2, 3 ആഡ് 10 ലെസ് 7. 3 സിമ്പിളായിട്ട് ആഡ് ചെയ്യാം. ആഡ് 5 ലെസ് 2, ആഡ് 10 ലെസ് 7. 3 ആഡ് 5 ലെസ് 2, 3 ആഡ് 10 ലെസ് 7. ഇനി 3 ആഡ് ചെയ്യണമെങ്കിൽ ആഡ് 5 ലെസ് 2, 3 ആഡ് 10 ലെസ് 7. 3 സിമ്പിളായിട്ട് ആഡ് ചെയ്യാം. ആഡ് 5 ലെസ് 2. ഇനി 3 ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് 10 ലെസ് 7 ചെയ്യണം. ആഡ് 10 പോസിബിൾ അല്ല. അപ്പം ആഡ് 15 ലെസ് 14 ലെസ് 7. ഓക്കെ, ദെൻ ആഡ് 3. ആഡ് 5 ലെസ് 2, ദെൻ 3 ആഡ് 10 ലെസ് 7. add 5 less 2, 3, add 10 less 7, 3, add 5 less 2, then add 10 less 7, 3, add 5 less 2, 3, add 10 less 7, add 5 less 2, 3. ഇതുവരെ നമുക്ക് വന്നു അല്ലേ? 198 വരെ വന്നു. ഇനി 3 ആഡ് ചെയ്യാൻ നമുക്ക് പോസിബിൾ അല്ല. നമുക്കറിയാം ആഡ് 10 ലെസ് 7. ഇതിൽ ആഡ് 10 ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്കറിയാം ആഡ് 10 ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് 1 എങ്ങനെയാണോ ഇതിൽ ചെയ്തിരുന്നത് അതേപോലെ തന്നെ ഇതിൽ ചെയ്യാം. ആഡ് 100 ലെസ് 90. ആഡ് 1 എങ്ങനെ ചെയ്തിരുന്നത്? ആഡ് 10 ലെസ് 9 ആയിരുന്നു. അപ്പം റോഡുകൾ മാറുന്നതിനനുസരിച്ച് നമ്മൾ സീറോൻ്റെ എണ്ണങ്ങൾ കൂടി വരുന്നുണ്ട് അല്ലേ? ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 10, 100, 1000 ഇങ്ങനെ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആഡ് 100 ലെസ് 90 എന്നിങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ആഡ് 100 ലെസ് 90. ഇനി ലെസ് 7 ചെയ്യേണ്ടിയിരുന്നത്. ലെസ് 7 ഇവിടെ എടുത്തു. ഓക്കെ, ഇനി 3 സിമ്പിളായിട്ട് എടുക്കാം. ആഡ് 5 ലെസ് 2. ഇനി 3 എടുക്കണമെങ്കിൽ ആഡ് 10 ലെസ് 7, 3 add 5 less 2, 3 add 10 less 7, add 5 less 2, 3 add 10 less 7, 3 add 5 less 2, then add 10 less 7, 3 add 5 less 2, 3. ഇനി എടുക്കണമെന്നുണ്ടെങ്കിൽ add 10 less 7 ചെയ്യാം. അപ്പോൾ നമുക്കറിയാം ആഡ് 50 ലെസ് 40 ലെസ് 7. ഓക്കെ, ഇനി 3 എടുക്കണമെങ്കിൽ ആഡ് 5 ലെസ് 2, 3 ആഡ് 10 ലെസ് 7. ഓക്കെ, ഇനി 3 ആഡ് 5 ലെസ് 2, ആഡ് 10 ലെസ് 7, 3 ആഡ് 5 ലെസ് 2, 3 ആഡ് 10 ലെസ് 7. Then add 5 less 2, 3 add 10 less 7. Then 3 add 5 less 2. Then ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആഡ് 10 ലെസ് 7 ആണ് നമുക്ക് ചെയ്യേണ്ടത്. ലെസ് 7 ഇവിടെ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ആഡ് 10 ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾ നേരത്തെ പഠിച്ചു സെയിം മെത്തേഡ്. ആഡ് 100 ലെസ് 90 ലെസ് 7 സിമ്പിളായിട്ട് നമ്മൾ ചെയ്തു. അപ്പോൾ നമുക്ക് ആൻസർ വന്നു 300. ഇത് വൺസിൻ്റെ ലൈനാണ്, ഇത് ടെൻസിൻ്റെ ലൈനാണ്, ഇത് ഹൺഡ്രഡ്സിൻ്റെ ലൈനാണ്. അപ്പോൾ ഇതെന്തായി?
3 ബീഡ്സ് മൂവ് ചെയ്യിച്ചപ്പോഴേ 300 ആയി മാറി. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പം ബ്രെയിൻ ജിം ഇങ്ങനെയാണ്. ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയാണ് നിങ്ങൾക്ക് 3 ഡിജിറ്റ് അതിൻ്റെ എബോവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മൈൻഡിൽ ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. അപ്പം ഇത് നല്ലോണം പ്രാക്ടീസ് ചെയ്യാം. ആഡ് 1, ആഡ് 2, ആഡ് 3. ഇനി ഇതിൻ്റെയൊക്കെ സബ്സ്ട്രാക്ഷനും കൂടെ വരുന്നുണ്ട്. അതൊക്കെ ഈ വരുന്ന വീഡിയോസിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.